പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അസൂയ കുശുമ്പം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് അപ്പൊ അനുമോള് പറയുന്ന കേട്ടില്ലേ, ഞാൻ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അനുമോൾ എന്താണ് അവിടെ പ്രശ്നം, അനുമോൾക്ക് എന്താണ് പ്രശ്നം സംഭവിച്ചത്, അതുപോലെ തന്നെ ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അത് ക്ലിയർ ആയിട്ട് അനുമോള് തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ട് നോക്കണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ അനുമോള് ഭുവനേഷിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. അതുപോലെ തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഒന്ന് ആലോചിക്കേ, അവര് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മയുടെ മുഖത്തുള്ള സന്തോഷം കണ്ട അവർ രണ്ടുപേരും ചെറുക്കനും പെണ്ണും വീട്ടിലേക്ക് വരുന്നു, അവരുടെ കാല് കഴിച്ചു കൊടുക്കുന്നു, മധുരം കൊടുക്കുന്നു. എന്തൊരു സന്തോഷമാണെന്ന് ചോദിക്കുക. ആ ഒരു വീഡിയോ കാണാൻ തന്നെ നല്ല കോടീശ്വരനാണ് ഭുവനേഷ് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടിട്ട് വരാം. ഏതേ അനുമോള് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് നല്ല ഭയങ്കര ജോളിയാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മയുടെ മുഖത്ത് ഒരു അമ്മയുടെ ഭാവമേ ഇല്ല. ഒരു സ്വന്തം മോളുടെ ആ ഒരു സ്നേഹവും, മോളെ സ്നേഹിക്കുന്ന പോലുള്ള ഒരു സ്നേഹവും, അതുപോലെ തന്നെ തിരിച്ചും പിന്നെ അനുമോള് നല്ല രീതിയിൽ പുള്ളിക്കാരിനെ സ്നേഹിക്കുന്നുണ്ട്. അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണിത്. അപ്പോ ഭുവനേഷിന്റെ വീട്ടില് അനുമോള് നേരത്തെയും പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രണയ വിവാഹമാണെന്നും കേൾക്കുന്നുണ്ട്. എന്തോ 4 വർഷം എന്താണ് പ്രണയത്തിലാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു സംഭവം അല്ലാന്ന് ഉറപ്പാണ്. ഇത് ഇവര് തമ്മിൽ പരസ്പരം സ്നേഹിച്ച് അറിഞ്ഞ് കല്യാണം കഴിച്ചതാണ്. അതുപോലെ തന്നെ അനുമോൾക്ക് നല്ല മാച്ച് ആയിട്ടുള്ള ഒരു പയ്യനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് 4 വയസ്സിനേക്കാളും അനുമോളുടെ ചെക്കൻ 4 വയസ്സിന് ഇളയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അനുമോളുടെ ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു ചെക്കനെ കിട്ടിയത്. ഇതില് നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാര്യം നല്ല രീതിയിൽ നിലവിളക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റി, പിന്നെ അമ്മ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ട്രഡീഷണൽ ലുക്കിലാണ് രണ്ടുപേരും ഒരു ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അതുപോലെ എനിക്ക് പറയാനുള്ള തങ്കച്ചനെയോ അനീഷിനെയോ ഒക്കെ വെച്ചിട്ട് നെഗറ്റീവ് കമന്റുകളൊന്നും ആരും ഇടാതിരിക്കുക. കണ്ടില്ലേ, ഇവർ നല്ല രീതിയിൽ സ്നേഹിച്ച് പൊക്കോട്ടെ. അപ്പൊ ശരിക്കും അനുമോൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് അനുമോള് തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. കുറേ ഒരുപാട് പേര് എന്താ പറയണ്ടേ, ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിന്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ, ഒരു പണിയില്ലാത്ത കുറേ. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ അവൻ ഡിലീറ്റ് ചെയ്താ അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെ ഭുവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാൻ ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്.
ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്ക് പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. ഇന്നല്ല ഞാടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഒരുപാട് പേര് ഓരോ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളുടെയും തങ്കച്ചന്റെയും വെച്ച്, അനീഷിനെയും അനുമോളെയും വെച്ചിട്ട് ഒരുപാട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോളയുടെ എനിക്ക് പറയാനുള്ള അത്തരത്തിൽ ചെയ്യുന്ന എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ട്രോളുന്നതിന് കുഴപ്പമില്ല, നമുക്ക് ട്രോളാം, അത് ഒരു രസകരമായിട്ട് ട്രോളിക്കും. പക്ഷെ ഇതൊരുമാതിരി വൾഗറായിട്ട് എന്തുവാണിത്? പറയുന്നോണ്ട് കുഴപ്പമില്ല, നെഗറ്റീവ് പറയേണ്ടത് പറയേണ്ട രീതിക്ക് പറയും. ഇതൊരുമാതിരി പിന്നെ ഒരു ഇതില്ലാതെയാ പറയുന്നത്. അപ്പൊ ബാക്കി വീഡിയോയിലേക്ക് പോവാം. മേക്കപ്പാ ഞാൻ ഇച്ചിരി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഇട്ട് എന്റെ പിമ്പിൾ ഉണ്ട്, അതുപോലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മനസ്സിലായി ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് റിസപ്ഷനിൽ അത് റീൽസിന് നീയാ ഓഹോ ഞാൻ ഇങ്ങനെയാ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത്. എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? എല്ലാ ഫോട്ടോഗ്രാഫർമാരും പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അതെ പറഞ്ഞോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. ഒരു 17 ഷൂട്ട് നമ്മൾ ചെയ്തു. 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേൺ, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേൺ, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു. ഗ്രൂം ടു ബി ഇടത് ചെയ്തു. ഇതിലെല്ലാത്തിനും എപ്പം നോക്കിയത് അത് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്കും ബോറടിച്ച്. അമീഷ താടി എടുത്തളാം, അപ്പൊ വേറൊരു ലുക്കാവും. പിന്നെ മേക്കപ്പ് എന്നെ എന്താ പറഞ്ഞ മേക്കപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവനും മേക്കപ്പ് ചെയ്തിട്ട് ഞാനാ മേക്കപ്പ് ചെയ്തിട്ട്. ഓക്കെ, കാണാൻ വളരെ വളരെ രസകരമാണ്. ബാക്കിയും കൂടി കാണാം. അതാ എന്നെ അവിടെ ചേട്ടനൊക്കെ ഇന്ന് നോക്കി, ചേട്ടനൊക്കെ നോക്കി ചിരിക്കുന്നു. ചേട്ടനൊക്കെ കല്യാണം കണ്ടിട്ട് നോക്കി ഇത്ര ദിവസം ചിരിക്കാത്ത ചേട്ടൻ ഇന്ന് ചിരിക്കുന്നു. ഇന്ന് കിട്ടിയ ഡ്രസ്സാ കേട്ടോ, കാണൂ. ഞാൻ ചാടിത്തരാം. എടുത്തോണ്ടേ, കിട്ടുന്നത് എടുത്തോണ്ടേ, പോസ്റ്റ് ചെയ്തോണ്ടേ. എൻ്റെ കൂടെ മുഖത്ത് പറ്റിയ ഇതൊന്നും വരല്ലേ പോവാ. ഫോട്ടോ ചേട്ടാ ലൈവായിട്ട് എടുത്ത് പോവാ. ഓക്കെ, ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷന് പോവാന് വെയിറ്റ് ആണെങ്കിലും ആ സൗണ്ട് ഉള്ളിലിട്ടോ. പക്ഷെ മുഖത്ത് അത് എൻ്റെ അടുത്ത് നമ്മൾ കാണിക്കുന്ന എന്ത് പോവാ, അത്രയ്ക്ക് വെയിറ്റ് ഇല്ല. പിന്നെ എന്തുവാ ഗുരുവായൂർ വെച്ച് ഞാൻ എടുപ്പിക്കാൻ നോക്കിയതാ. പിന്നെ ആൾക്കാരെ വിളിച്ച് വെറുതെ ഇതിനാ കാശ് ഓവർ ആവണല്ലേ, പ്ലീസ്. എടുത്തോ, എന്നെ നോക്കിയാണ് എടുക്കാൻ. എന്നെ നോക്ക്, എടുത്തോ ചാട്ടാ. ജിമ്മി പോണ്ട. എടുത്തു ചേട്ടാ, കറക്ക്. എന്റെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. ഹെയർ ഒന്ന് സൈഡ് ആക്കിയിടോ, ജസ്റ്റ് ഒന്ന് കുറച്ച് സൈഡ് ആക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും. ഹെയർ ഫേസ് മാറും. ഓക്കെ റെഡി 3, 2, 1 ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അടുത്തതായിട്ട് നമ്മൾ കാണാം.
അപ്പോ മുമ്പും ഭുവനേഷിന്റെ വീട്ടിൽ അനുമോള് പോയി എന്നുള്ള ഒരു രീതിയിലുള്ള അനുമോള് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് വാ. അവിടുന്ന് ട്രിവാൻഡ്രം ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മള് ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഇല്ല. അതൊന്നും എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു. അത് വരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഏമ്പക്കം. അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറയിൽ നോക്കണം രണ്ടും വെച്ചിട്ടുണ്ട്. ഇതല്ലേ അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഭുവൻ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അനുമോളെ ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.